ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേക്ക് ഉണ്ടാക്കുന്ന ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അതിനായിട്ട് ആദ്യം നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ചുകൂടെ ഒരു വലിയ പാത്രം വെച്ച് കൊടുക്കാം. മുകളിലത്തെ പാത്രത്തിൽ അല്പം പോലും നനവ് പാടില്ല. നന്നായിട്ട് ഉണങ്ങിയ പാത്രം വേണം എടുക്കാൻ. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ മുകളിലത്തെ പാത്രം ഒരിക്കലും വെള്ളത്തിൽ തട്ടി നിൽക്കരുത്. വെള്ളത്തിൽ പാത്രം തട്ടി നിൽക്കുകയാണെങ്കിൽ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടില്ല. കുറച്ച് സമയം ഇളക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ വെള്ളത്തിലെ ചൂട് കൊണ്ട് തന്നെ നന്നായിട്ടിത് മെൽറ്റായിട്ട് വരും. ചോക്ലേറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം, ഒരുപാട് തണുത്ത് പോകരുത്, ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അതിനുശേഷം പൈപ്പിംഗ് ബാഗിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബട്ടർ പേപ്പറിലേക്ക് ചെറിയ ചെറിയ ഡ്രോപ്സ് ആയിട്ട് വെച്ച് കൊടുക്കാം. ചെറിയ പൂക്കളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചെറുതായിട്ട് ഡ്രോപ്സ് വെച്ച് കൊടുക്കണം. വലിയ പൂക്കളാണെങ്കിൽ വലിയ ഡ്രോപ്സ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി കുറേ എണ്ണം കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. കുറച്ച് ഡ്രോപ്സ് ആക്കി വെച്ച ശേഷം സ്പൂൺ വെച്ചിട്ട് വരച്ച ശേഷം മാത്രമേ ബാക്കിയുള്ളത് ചെയ്യാവൂ. കുറേ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ചോക്ലേറ്റ് അങ്ങ് കട്ടിയായി പോകും. പിന്നീട് നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് വരയ്ക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കുറച്ചായിട്ട് വേണം ചെയ്തെടുക്കാൻ. ഞാനിതുപോലെ കുറേ എണ്ണം ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. 5 മിനിറ്റ് ഒന്നും വേണ്ട, അതിന് മുമ്പ് അതിൻ്റെ നന്നായിട്ട് സെറ്റായിട്ട് വരും. ഇപ്പോൾ നല്ല ഭംഗിയുള്ള ഇതളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് മുഴുവനും ബട്ടർ പേപ്പറിൽ നിന്ന് മാറ്റാം. ഇത്രയും ഇതൾ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഡ്രോപ്സ് ആയിട്ട് വെച്ച് കൊടുക്കാം. ഏത് കളറിൽ വേണമെങ്കിലും നമുക്കിതുപോലെ ചെയ്യാം. അതും സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇത്രയും ഡാർക്ക് ചോക്ലേറ്റും ചെയ്തിട്ടുണ്ട്. അതും ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വയ്ക്കണം. അതിനുശേഷം ഒരു ബട്ടർ പേപ്പറിൽ ഒരല്പം ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഓരോ ഇതളായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ. അതിനുശേഷം ഞാനിപ്പോൾ 5 ഇതളാണ് വെച്ചത്. അതിനുശേഷം അതിൻ്റെ നടുക്കായിട്ട് ഈ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഒരു കുത്ത് വെച്ച് കൊടുക്കുക. അതിന് പകരമായിട്ടൊരു മുത്ത് വെച്ചാലും മതിയാകും. ഇപ്പോൾ കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്, പൂക്കൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ചെറിയ പൂക്കൾ കിട്ടാനായിട്ട് ചെറുതായിട്ട് ഡ്രോപ്സ് വെച്ചിട്ട് ചെറിയ ഇതിൽ വെച്ച് കൊടുക്കാം. ചെറിയ 5 ഇതൾ വെച്ച് കൊടുക്കാം. ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം. ഞാൻ കുറച്ച് റെഡ് പൂക്കളും ചെയ്യുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായ ശേഷം റെഡ് കളറ് ആഡ് ചെയ്തതാണ്. ഏത് കളർ വേണമെങ്കിലും ഇതുപോലെ ആഡ് ചെയ്തിട്ട് ആ കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് എടുത്ത ശേഷം മാത്രമേ കളർ ആഡ് ചെയ്യാവൂ, അല്ലെങ്കിൽ അത് കട്ടിയായി പോവും. നന്നായിട്ട് മെൽറ്റാക്കിയ ശേഷം മാത്രമേ കളർ ചേർക്കാവൂ. ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഇതളും ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിന് മധ്യത്തായിട്ട് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ഒരു ചെറിയ ഒരു കുത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഡ്രോപ്സ് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്ത ശേഷം 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. പെട്ടെന്ന് തന്നെ ഇത് ബട്ടർ പേപ്പറിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയുള്ള പൂക്കൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വാനില കേക്കും ചോക്കോ ട്രഫിൾ കേക്കും ഒക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ കുറേ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേക്കുകളിൽ നമുക്ക് പെട്ടെന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ചുവന്ന പൂക്കളും കറുത്ത പൂക്കളും വെള്ള പൂക്കളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എയർ ടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.